നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിരപ്പിള്ളിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള 50 സംഘമാണ് ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത്. ആനയെഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉടൻ തീരുമാനിക്കില്ലെന്ന് സൂചന. ഡോക്ടർ MK സുദർശൻ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നത്. കോൺഗ്രസിൽ നിന്നുമെത്തിയ വിജയ് ഹരിയും ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിലുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉടൻ തീരുമാനിക്കില്ലെന്ന് സൂചന. ഡോക്ടർ MK സുദർശൻ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് വന്നത്. കോൺഗ്രസിൽ നിന്നുമെത്തിയ വിജയ് ഹരിയും ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിലുണ്ട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ HDS അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര വെറ്റിലാംപാറയിൽ കുന്നിൻ പ്രദേശത്ത് തീപിടുത്തം. പ്രദേശത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു. കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിലുണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കമ്പിവടി കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കാട്ടാകുളം തേക്കിലക്കാട്ടിൽ വീട്ടിൽ പ്രവീൺ, അഞ്ചപ്പാലം തേവാലിൽ ഹരികൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. അസംഘടിത തൊഴിലാളികളുടെ പട്ടികയിൽ വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വാർഷിക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ നടന്ന കൺവെൻഷൻ സംഘടന സംസ്ഥാന പ്രസിഡന്റ് L വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. മാള പൊയ്യ രാജവീതിയിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ റോഡിൽ ചിതറിയ നിലയിൽ. ഹരിതകർമ്മസേന ശേഖരിച്ച് വഴിയോരത്ത് സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കാണ് പരന്ന് കിടക്കുന്നത്. തൃശൂർ കാഞ്ഞാണി റോഡിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത മൂലം നിരന്തരമായി കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം മായനൂർ പാലത്തിന്റെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. നാരായണ സ്ക്വയറിൽ നടന്ന സ്നേഹസംഗമം MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പറപ്പുറപ്പാടിന് തുടക്കമായി. പറയെടുപ്പിന്റെ 1ാം ദിവസം ക്ഷേത്രം കോമരം മാരാത്ത് വാസുദേവൻ ആദ്യ പറ കൈക്കൊണ്ടു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി സുകുമാരൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുടിവെള്ളത്തിനും വിദ്യാഭ്യാസ കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി മുരിയാട് പഞ്ചായത്തിന്റെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ജിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ക്ലേലിയ ബർബിയേരി ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ വാർഷികം നഗരസഭാ കൌൺസിലർ PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. കൊറോണ വികാരി ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര തിരുക്കുടുംബ ദേവാലയത്തിലെ തിരുനാളിനെ കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് ഇന്ന് ആഘോഷിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന ചെറുപൂരങ്ങളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മദർ ആശുപത്രിയുമായി സഹകരിച്ച് കിഡ്നി രോഗ നിർണയ ക്യാമ്പ് നടത്തും. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കും. കിടപ്പ് രോഗികൾക്ക് സേഫ് കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പ് നൽകുന്ന ഡയപ്പർ വിതരണം തൃശൂർ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂവളപ്പറമ്പിൽ കൂർക്കഞ്ചേരിയിൽ നിർവഹിച്ചു. ഒല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് ഷൈനി ഏറ്റുവാങ്ങി. വാർഷിക പദ്ധതിയിൽ പാർപ്പിടത്തിന് മുൻഗണന നൽകി വെങ്കിടങ്ങ് പഞ്ചായത്തിലെ വികസന സെമിനാർ സമാപിച്ചു.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ നടത്തുന്ന തലമ പന്തുകളി ദുബായിൽ സംഘടിപ്പിച്ച് പ്രവാസി കൂട്ടായ്മ. ചേലക്കര പ്രവാസി കൂട്ടായ്മ UAE നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കയ്പമംഗലം മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലുമായി 28 റോഡുകൾക്ക് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 കോടി രൂപയുടെ ഭരണാനുമതിയായി. 3 പീടിക ബീച്ച് റോഡ്, ബീച്ച് മൊയ്തീൻ പള്ളി ലിങ്ക് റോഡ്, യു ബസാർ പത്താഴക്കാട് റോഡ് തുടങ്ങിയ റോഡുകൾക്കാണ് തുക അനുവദിച്ചത്. 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച അമ്പ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. മെഗാ ഘോഷയാത്ര ചാലക്കുടി DYSP K സുമേഷ് ഫ്ലാഗ് ഓഫ് ചെയ്യും. 3 മുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാൾ ഈ മാസം 25, 26, 27 തീയതികളിലായി ആഘോഷിക്കും. 25-ന് വൈകുന്നേരം ദീപാലങ്കാരം സ്വിച്ച് ഓൺ, 26-ന് കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, 27-ന് രാവിലെ തിരുനാൾ ദിവ്യബലി, ഉച്ചകഴിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം എന്നിവയുണ്ടാകും. DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയയ്ക്കെതിരെ ജനകീയ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ജനകീയ ജാഗ്രതാ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ക്രിക്കറ്റ് ക്ലബിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. മത്സരങ്ങൾ ഈ മാസം 25 മുതൽ ഫെബ്രുവരി 9 വരെ തൃശൂർ കേരളവർമ്മ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. ധാന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും ശതാബ്ദി വർഷാചരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. എറവ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം തൃശൂർ സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ദിവാഞ്ചി മൂല SN റോഡ് വളവിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 10 ദിവസത്തിലധികമായി കുടിവെള്ളം പാഴായിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. മഫ്തിയിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്ന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ചതിനു ശേഷം അസ്വസ്ഥത കാണിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാലെ വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. നാളെ കോൺക്രീറ്റിംഗ് ആരംഭിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മുല്ലശ്ശേരി, വെങ്കിടങ്ങ് എന്നിവിടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ ലംഘനങ്ങൾ കണ്ടെത്തി. കാറ്ററിംഗ് യൂണിറ്റുകളിലും ഓഡിറ്റോറിയങ്ങളിലും നടത്തിയ പരിശോധനയിൽ 80,000 രൂപ പിഴ ചുമത്തി. ദേശീയ പാതയോരത്ത് ലോറിയിൽ കൊണ്ടുവന്ന് തട്ടിയ മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും പിഴ ചുമത്തുകയും ചെയ്ത് ചാലക്കുടി നഗരസഭ. പോട്ട പാപ്പാളി ജംഗ്ഷൻ ഭാഗത്തെ റോഡരികിലാണ് കേടായ പഴവർഗ്ഗങ്ങളും മറ്റു മാലിന്യങ്ങളും ലോറിയിൽ കൊണ്ടുവന്ന് തട്ടിയ നിലയിൽ കണ്ടെത്തിയത്. 5,000 രൂപ പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വേസ്റ്റ് നിർമ്മാർജ്ജന യജ്ഞത്തിന് തുടക്കമായി. നഗരസഭാതല ഉദ്ഘാടനം P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത നിർവഹിച്ചു. പുരയിടത്തിലൂടെ വഴി നടക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ മതിലകം എമ്മാട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ 4 പേരെ ആക്രമിച്ച കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എമ്മാട് കളത്തിൽ വീട്ടിൽ രഞ്ജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൾ ഇന്ത്യ ഫെഡറൽ ബ്ലോക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനാഘോഷവും പുഷ്പാർച്ചനയും തൃശൂരിൽ സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിന് ജില്ലാ പ്രസിഡന്റ് VK മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. പാലുവായ് MUA LP സ്കൂളിന്റെ നവതി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന ലോഗോ പ്രകാശനം നിർവഹിച്ചു.
തിരുവനന്തപുരത്ത് നടന്ന SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരുടെ ട്രെയിനിങ്ങിൽ വിനോയ് വിൻസെന്റിലൂടെ തൃശൂരിനും പുരസ്കാരത്തിളക്കം. പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന പരിശീലനത്തിൽ ബെസ്റ്റ് ഓൾറൗണ്ടർ, ഫസ്റ്റ് ബെസ്റ്റ് ഔട്ട്ഡോർ അവാർഡുകൾ നേടിയാണ് വിനോയ് അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകിവരുന്ന സംസ്ഥാനതല ചുരിക അവാർഡ് കൊടകര സ്വദേശിനിയായ നാടൻ പാട്ട് കലാകാരി ജിനി മനോജ് ഏറ്റുവാങ്ങി. കാസർഗോഡ് ചെറുവത്തൂരിൽ നടന്ന ചടങ്ങിൽ മുൻമന്ത്രി KT ജലീലിൽ നിന്നാണ് ജിനി മനോജ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. CITU നിയന്ത്രണത്തിലുള്ള അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് യൂണിയൻ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ് ഫാക്ടറിക്ക് മുന്നിൽ ധർണ നടത്തി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ATEU ജോയിന്റ് സെക്രട്ടറി കൽറ്റസ് ബേബിയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. മട്ടത്തൂർ പഞ്ചായത്തിലെ 5ാം വാർഡിൽ നിർമ്മിച്ച താളൂപ്പാടം ശ്രീദേവി സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ഞായറാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്മാർട്ട് അംഗനവാടി കെട്ടിടം നാടിനെ സമർപ്പിക്കും. ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിൽ അറ്റൽ ടിങ്കറിംഗ് ലാബിന്റെ ആഭിമുഖ്യത്തിൽ എക്സിബിഷൻ നടന്നു. എക്സിബിഷൻ ഉദ്ഘാടനം തൃശൂർ ഗവൺമെന്റ് കോളേജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനിൽ ജെറോം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.